വേണ്ടി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. ദീർഘകാലം ഈ ഭൂമിയിലെ അവിടുത്തെ സ്നേഹിച്ചും സേവിച്ചും വസിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ദാസിക്ക് നീ കൃപ ചെയ്തു പിതാവേ എന്ന് വിച്ചുതിരിഞ്ഞ് അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് പ്രസാദം തോന്നിയതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. നിന്റെ നിന്റെ വഴികളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. മക്കളായിട്ടുള്ളവരെ ഒക്കെ വിദേശത്ത് നിന്ന് കടന്നു വരുവാനായിട്ടുണ്ടല്ലോ പിതാവേ. ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടുന്നതായ യാത്രാ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ എല്ലാവിധമായ സഹായം ചെയ്തു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇനി ഈ വിവരങ്ങൾ അറിഞ്ഞ് വന്നു ചേരേണ്ടവരായിട്ട് അനേക പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഈ മൃതദേഹം ഇപ്പോഴേ ഏകദേശം 3 മണിക്കൂറാകുന്നു. അതുകൊണ്ട് മോർച്ചറിയിലേക്ക് മാറ്റേണ്ടതായ സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴേ അതിനായിട്ട് അങ്ങോട്ട് കടന്നു പോവുകയാണ്. എൻ്റെ കൃപയിൽ കാത്തുകൊള്ളുവാനാണ്. ഈ ദിവസങ്ങളിലൊക്കെയും പ്രിയമാതാവിനെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കൊച്ചുമക്കൾക്കൊക്കെയും കൊടുത്തതായ കൃപകളെ വിശേഷാൽ പ്രീതയ്ക്കും കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നതാണ്. പിതാവേ, അതെല്ലാം വിഷമങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ കടന്ന് അവിടുത്തെ നീല് ഇപ്പോഴ് രോഗങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാത്ത ആ നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഇനിയും തുടർന്നുള്ളതായ ദിവസങ്ങളിൽ ആ മൃതദേഹം അവിടത്തേക്ക് യോഗ്യമായ രൂപത്തിൽ സംസ്കരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ ക്രമീകരിപ്പാൻ അവിടുത്തേതായിട്ടുള്ള മക്കൾക്ക് ധാരാളമായ കൃപ കൊടുക്കുന്നതാണ്. ഇപ്പോഴ് തൽക്കാലം മൃതദേഹം ഇവിടെ നിന്ന് നീക്കപ്പെടുകയാണ്. ആശുപത്രിയിൽ മോർച്ചറിയിൽ വെക്കുന്നതിനും ഏറ്റവും അടുത്തതായ സന്ദർഭത്തിൽ അത് സംസ്കാരം നടത്തുന്ന എല്ലാ സഹായങ്ങളും അവിടുന്ന് മേലിൽ നിന്ന് ചെയ്തു മാറാൻ ഇത്രത്തോളം നിന്റെ സഹായം ഞങ്ങൾക്ക് തുടർന്നും നൽകുമാറാൻ പ്രാർത്ഥിക്കുന്നു. സഹായം ലഭിച്ചതിന് വേണ്ടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്യുവാനാണ്. പ്രായത്തിലും ചെറുപ്പമാണോ തന്നെ